നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ദൃശ്യവിരുന്നിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വള്ളുവനാട്ടിലെ നാടൻ കലാരൂപങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെയാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഈ നാടൻ കലകളുടെ പല കലകളെക്കുറിച്ചും അറിയുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കേത്രാട്ടം എന്ന് പറയുന്ന ഒരു പറയ സമുദായത്തിന്റെ കലയെ വളരെ ചിട്ടപ്പെടുത്തി വളരെ നന്നാക്കി പല വേദികളിലും അവതരിപ്പിച്ചു വരികയാണ്. വള്ളുവനാട് മിക്കവാറും പലതരം കലകളുടെ ഒരു സംഗമ സ്ഥാനമാണ്. ഇപ്പോൾ നമ്മൾ വടക്കോട്ട് പറയുകയാണെങ്കിൽ അവിടെ മിക്കവാറും തെയ്യങ്ങളാണ്. ആ തെയ്യങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോ പ്രദേശത്തിനും പ്രത്യേകം കലാരൂപങ്ങളുണ്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ പ്രാദേശിക ഭേദങ്ങളോടുകൂടിയാണ് ആ ഓരോ കലാരൂപങ്ങളും നിലനിൽക്കുന്നത്. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമാണ് ഫോക്ലോർ. അടിസ്ഥാന ചിന്താപ്രമാണങ്ങളും തത്വങ്ങളും ഒന്നായി തന്നെ നിലനിന്നു പോരുകയും അതേസമയം തന്നെ പ്രാദേശിക ഭേദമുണ്ടാകുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ എടുത്തു പറയേണ്ട സ്വത്വഗുണം. ഇതുപോലെയുള്ള അനുഷ്ഠാന കലാരൂപങ്ങളെ തൊട്ടറിയാനുള്ള പഠനരീതികൾ വൈകാരികമായി പോയാൽ സങ്കുചിതമായി തീരുമെന്ന നിരൂപണത്തിന് ചെവി കൊടുക്കാതെ അറിവിലും ശ്രേഷ്ഠം സ്നേഹം തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ കേത്രാട്ട ചുവടിൽ നമസ്കരിക്കുന്നു. എങ്ങുന്ന പൈങ്ങേലെവിടുന്നാണ് പൈങ്ങേ ഇത്ര നല്ലൊരു കൊട്ടും പാട്ടും കേക്കണ അങ്ങേ കുന്നിന്റെ ഇങ്ങേ മാറി നാണ് പറയോ ഇത്ര നല്ലൊരു കൊട്ടും പാട്ടും കേക്കണേ. ലയൊരു കൊട്ടും പാട്ടും കേൾക്കുമ്പോഴാണോ ലിന്റപ്പന്മാരുടെ കൊട്ടും പാട്ടാണെന്ന് തോന്നും. ലിന്റപ്പന്മാരുടെ കൊട്ടും പാട്ടാണെന്ന് തോന്നും. ലിന്റപ്പന്മാരുടെ കൊട്ടും പാട്ടാണ്. ഇദ്ദേഹം പറയ സമുദായത്തിന്റെ പല കലകളുടെയും ഒരാളാണ് എന്ന് മാത്രമല്ല അതിനെ സംഘടിപ്പിച്ച് വേദികളിലും അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനങ്ങളിലൊക്കെ ധാരാളം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാളെ വളരെ സ്നേഹപൂർവ്വം വളരെ ബഹുമാനത്തോടുകൂടി ഹൃദയപൂർവ്വം ഞാൻ നാട്ടിൻപുറത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വേലായുധൻ എന്നു പേര്. ആളുടെ വീട് ആറങ്ങോട്ടുകരയാണ്. അദ്ദേഹം ഒരു ബാങ്കിലെ ജീവനക്കാരൻ കൂടിയാണ്. വേലായുധൻ ഇതിനുവേണ്ടി ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ, ഇപ്പൊ കേത്രാട്ടവുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞത്. ഈ കലാരൂപം വളരെ അനുഷ്ഠാനപരവും വളരെ പഴക്കം ചെന്നതുമാണ്. ഇത് ആരും പണ്ട് കാലത്തൊന്നും അത്ര വലിയ ഗൗനിച്ച ഒരു കലാരൂപമല്ല. ഒരടുക്കും ചിട്ടയില്ലാതെ ഒരു സമൂഹം അവരുടെ ഉത്സവങ്ങളിൽ കൊട്ടിക്കളിക്കുക പാടുക ചെയ്യുന്നൊരു സാധനമായിട്ട് മാത്രമാണ് ജനങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ ഇതിനെ കണ്ടിരുന്നത്. ഒരു കലാരൂപം എന്നുള്ള രൂപത്തിൽ മറ്റു കലകളെ പോലെ ഉയർന്നു വരുന്നതിനോ ഇതിനൊന്നും ഒരു അവസരം ഇതിനുണ്ടായിട്ടില്ല. അത് നമ്മൾ അതിനെ കുട്ടിക്കാലം മുതൽ തന്നെ ഇത് കാണാനും അറിയാനും ഒക്കെ ഉള്ള ഒരു അവസരം ഈ സമൂഹത്തിൽ തന്നെ ഈ ജാതിയിൽ തന്നെ ജനിച്ചു എന്നുള്ളതുകൊണ്ട് ഈ സമൂഹത്തിൽ തന്നെ ജനിച്ചു എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ കാണാനും ഒക്കെ അറിയാനുമുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അന്ന് മുതൽ തന്നെ എന്റെ കുഞ്ഞു മനസ്സിൽ തന്നെ അത് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ കുറേശ്ശെ ഒരു അനുഭവം ഉണ്ടായപ്പോ ഒരു 8-9 കൊല്ലങ്ങൾക്ക് മുമ്പേ ഇത് ചിട്ടപ്പെടുത്തണം, ഇത് മറ്റു വേദികളിൽ അവതരിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായി. അപ്പൊ നമ്മൾ ആളുകളൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇതിനൊരു അവസരം ലഭിച്ചു.
അങ്ങനെയാണ് ഞാനിത് സംഘടിപ്പിക്കപ്പെട്ടത്. മിക്കവാറും ഇത്തരം കലകളൊക്കെ ഒന്നല്ലെങ്കിൽ തറവാടിന്റെ മുറ്റത്ത് മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഏതെങ്കിലും ക്ഷേത്രത്തിൽ ആണ് നടക്കാറ്. അപ്പൊ അതിനെ ചിട്ടപ്പെടുത്തി ഒരു രംഗത്തേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ അത് അന്യം നിന്ന് പോകുന്ന ഒരു സാധനത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. എന്താണ് ഈ ഇപ്പോ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രപാലകനാണ്, അതുപോലെ തന്നെ ദാരികനും കാളിയുമായിട്ടുള്ള അത് നമുക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ ഈ ക്ഷേത്രപാലകനെ ആദ്യം ദാരികനെ നിഗ്രഹിക്കാൻ വേണ്ടി ദേവി പറഞ്ഞു വിടുകയാണ്. അപ്പൊ അതിന്റെ ഒന്ന് ചരിത്രം ഒന്ന് പറഞ്ഞു. എല്ലാ തിന്മകളുടെയും അധിപനായി ഭൂലോക പെരുമാളായി വാണിരുന്ന ദാരികാസുരന്റെ ദുഷ്ചെയ്തികൾക്ക് അറുതി വരുത്താനായി ശിവവീര്യത്തിൽ പൂജാതയായ കാളി ഒരുങ്ങുകയാണ്. പ്രജകളുടെ പ്രാർത്ഥന കൈക്കൊണ്ട കാളി പുറപ്പെടുന്നതിനു മുമ്പ് ക്ഷേത്രപാലകൻ എന്ന് അർത്ഥം വരുന്ന കേതൃകളെ ദാരികനെ വധിക്കുന്നതിനായി പറഞ്ഞയക്കുന്നു. ഈ കേതൃകൾക്ക് ദാരികന്റെ തന്നെ ഏകദേശ രൂപവും നൽകിയാണ് പറഞ്ഞുവിടുന്നത്. എന്നാൽ ഈ കേതൃകളെ ദാരികൻ വിരട്ടിയോടിക്കുകയും അതിൽ കലിപൂണ്ട കാളി ദാരികനെ തേടിയെത്തി പലയിടങ്ങളിൽ വെച്ച് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അവസാനം ഭൂമി കണ്ടിട്ടില്ലാത്ത ദാരികൻ കുട്ടാടംപാടത്ത് കട്ടതട്ടി വീഴുകയും ആ അവസരം ഉപയോഗിച്ച് കാളി ദാരികന്റെ തലയെടുക്കുന്നതുമാണ് ഇതിലെ കഥാസംസ്കൃതി. കവടി തുന്നിച്ചേർത്ത തലശീലയും പീലിയും ചിലമ്പും വട്ടമുടിയും ഓടുകൊണ്ടു വാർത്ത മുക്കൂട്ടവും കാതിനകളും മാർത്താലിയും കൈത്താമരയും പഞ്ചിയും അണിയലം ചാർത്തി കേതൃകെട്ടി കളി തുടങ്ങി. പനമ്പും കൊട്ടയും വട്ടിയും പരമ്പരാഗത കുലത്തൊഴിലാക്കിയിരുന്ന ഒരു സമുദായം അവരുടെ അനുഷ്ഠാന കലാരൂപങ്ങളെയും സ്വന്തം ജീവിതവുമായി ബന്ധിപ്പിക്കുകയാണ്. ചനക്കത്തൊരു കാവാണേ അയ്യാ ചനക്കത്തൊരു കാവാണേ ചനക്കത്തൊരു കാവിലെ വേല കൂവിയായില്ലേ ചനക്കത്തൊരു കാവിലെ വേല ചെല്ലൂടാനേ കൂട്ടക്കാരെ ലാരവരിയാന്ന് അറിയില്ലേ പനാവരിയ ആങ്ങളമരാവരിയാന്നേ അയ്യാ ചനക്കത്തൊരു കാവാണേ അയ്യാ.
അപ്പൊ ഇത് ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പറയത്തറ ആളുകളിൽ ഒരു 3, 4, 5 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളാണ്. ഓരോ ദൈവങ്ങളുടെയും അമ്മ ദൈവങ്ങളുടെ അതുപോലെ അങ്ങനെയുള്ള കുറെ ദൈവങ്ങളുടെ മുടിയെടുക്കുക, അവരെ പ്രീതിപ്പെടുത്തുക. പിന്നെ അത് പൂരത്തിന് മുമ്പ്, ഉത്സവത്തിന് മുമ്പ്, ഉത്സവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ കുട്ടികളും വയസ്സായ ആളുകളും അതുപോലെ തന്നെ യുവാക്കളും ഒക്കെ കൂടി ആടി മുറ്റത്ത് തന്റെ തൊടുമുറ്റത്ത് നിന്ന് ആടി പാടി കളിക്കുന്ന ഒരു സമ്പ്രദായം. അപ്പൊ അതിൽ കുറെ കളികളുണ്ട്, അത് പലതരം കളികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ പറസമുദായത്തിലെ പ്രധാനപ്പെട്ട ആട്ടങ്ങളാണ് ഒന്ന് മുത്തപ്പനാട്ട്. തറവാട്ടിലെ പ്രധാനപ്പെട്ട ദൈവമാണ് മുത്തപ്പൻ. അപ്പൊ മുത്തപ്പനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മുത്തപ്പനാട്ട്. പിന്നെ ഒരു അമ്മ ദൈവമാണ് ഇല്ലമ്മ, ചെറുനീലി, അതുപോലെ മലവാഴി, അതുപോലെ അങ്ങനെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തും, കുട്ടിച്ചാത്തൻ, അങ്ങനെ കുറെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തും. അത് മാത്രമല്ല പിന്നെ ഈ കോളനികളിൽ കൂട്ടപ്പരകളിൽ താമസിക്കുന്ന, കൂട്ടായി താമസിക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഈ ജീവിത പ്രയാസങ്ങൾ, ജീവിത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് ശനിയാട്ട് ഉണ്ടാവുന്നത്. ശനിയാട്ട് ഒരു രാത്രി മുഴുവൻ കെട്ടിയാടുന്ന ഒരു സമ്പ്രദായം. പിന്നെ നമ്മളെ ഈ പറയ സമുദായം എന്ന് പറയുമ്പോൾ ജനനം മുതൽ മരണം വരെ ആട്ടും പാട്ടും കൊട്ടും ഒക്കെ ആയിട്ട് നടക്കുന്ന, മരിച്ചു കഴിഞ്ഞാൽ ചാക്കാട് പോയിട്ട് 2 ദിവസം മഹാഭാരതം കഥയാണ്. അതില് 2 ദിവസം രാത്രി ഒരു പകലും നിന്നുകൊണ്ടാണ് പാടിക്കൊട്ടി അവസാനിപ്പിക്കുന്നത്. അത്ര വരെ ഇന്നിപ്പോ ഈ പരിഷ്കരിച്ച സമൂഹത്തിൽ പദമൊന്നും ഇല്ലാതായി. അങ്ങനെ അതൊക്കെ ഇപ്പൊ നമ്മള് ഈ ചാക്കാട് പാട്ടം ഉൾപ്പെടെ ഒരു വേദിയിൽ അവതരിപ്പിക്കേണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ക്ഷേത്രാട്ടം, കളിയും നാരിങ്ങനൊക്കെ അതിലുള്ള സ്റ്റെപ്പുകളിൽ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും പാട്ടിൻ്റെതാണെന്ന് മനസ്സിലാക്കുകയും പഴയ ആളുകളെ കാരണന്മാരെ ഉപയോഗപ്പെടുത്തി അവരിൽ നിന്ന് വാങ്ങി ഞങ്ങൾ തന്നെ പരിശീലിച്ചിട്ടാണ് ഇത് ഇപ്പൊ ഈ ക്ഷേത്രാട്ടം എന്നുള്ള രൂപത്തിൽ ഒരു 45 മിനിറ്റിൽ ഒരു വേദിയിൽ അവതരിപ്പിക്കാവുന്ന രൂപത്തിൽ വേണമെങ്കിൽ 1.5 മണിക്കൂറാക്കും ഈ പാട്ടും കൊട്ടൊക്കെ ആയിട്ട് ആളുകളെ രസിപ്പിക്കാവുന്ന രൂപത്തിൽ നമ്മളത് കേരളത്തിൽ മുഴുവൻ നമ്മൾ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഇത് അവതരിപ്പിക്കാൻ അവസരം ലഭിക്കും. മൂക്കൻചാത്തൻ ഒരു ഹാസ്യ കഥാപാത്രമാണ്. മലവായാട്ടം പോലെയുള്ള കലാരൂപങ്ങളിലും ഈ കഥാപാത്രം അവതരിക്കാറുണ്ട്. ഇത്തരം അനുഷ്ഠാന കലാരൂപങ്ങളോട് പുതിയ തലമുറയ്ക്കുള്ള മനോഭാവത്തെക്കുറിച്ച് ഞാൻ വേലായുധേട്ടനോട് ചോദിച്ചു. അത് അനുകൂല മനോഭാവമല്ല പുതിയ തലമുറയ്ക്കുള്ളത്. ഒന്ന് അതിൽ വേറൊരു വ്യത്യാസം എന്താണെന്ന് വിചാരിച്ചാൽ ഈ സാധനം ഒരു ഇതൊന്നും ശരിയല്ല, ഒരു നല്ലതല്ല, ഇതൊരു പരിഷ്കൃതമല്ല എന്നുള്ളൊരു തോന്നിപ്പ് ഈ വിഭാഗക്കാരുടെ ഇടയിലുണ്ടായി. കാരണം ഒന്ന് സാമൂഹ്യപരമായ ചില ആളുകൾ വിദ്യാഭ്യാസം നേടി മുന്നോട്ട് വന്നപ്പോൾ ഇത് ഏറ്റെടുത്ത് നടത്തിയാൽ സമൂഹത്തില് താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറയപ്പെടുവോ, അങ്ങനൊരു തോന്നലുണ്ടായപ്പോ ഇതൊക്കെ മോശമാണ് എന്നുള്ളൊരു അഭിപ്രായം
ജനങ്ങളുടെ ഇടയിൽ വന്നു. അപ്പോൾ പിന്നെ ഇതൊരു കാര്യം, ഒരു കാലഘട്ടത്തിൽ ഇത് പാരമ്പര്യമായിരുന്നു നിലനിർത്തുന്നതിന്, ഈ കലാരൂപങ്ങളൊക്കെ നിലനിർത്തുന്നത്. ഇപ്പോൾ തേര് കയറുന്ന ഒരാള്, ഇപ്പോൾ ഞാൻ അമ്മാവൻ തേര് കയറുന്നുണ്ടല്ലോ ഇവിടെ, തേര് കയറുന്നത്. അപ്പോൾ അമ്മാവൻ തേര് കയറുകയാണെങ്കിൽ അവരുടെ പെങ്ങന്മാര് ഈ പൂരപ്പറമ്പിൽ ഇരിക്കാനുള്ള പരമ്പ് അവരാണ് നെയ്യുക. കൊട്ടിവിരിച്ച കിടക്കപ്പായയിൽ മലർന്നു കിടന്നു കണ്ട സ്വപ്നം പോലെ ഈ സമുദായത്തിലെ പുതുതലമുറയോട് എനിക്കൊന്നേ അപേക്ഷിക്കാനുള്ളൂ. ഏതോ മുജ്ജന്മ സുഹൃതം കൊണ്ട് വീതം കിട്ടിയ പുണ്യം പോലെയുള്ള നമ്മുടെ ഇത്തരം പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ്, പൈതൃക സമ്പത്താണ്. അതിനെ നമുക്ക് സംരക്ഷിക്കണം. അതിനിനിയും ഒരു നിമിത്തമാകാൻ അടിയൻ അനുഗ്രഹം തരണേ. മുടിമുറുക്കി കാവുവട്ടം വലം വെച്ച് കളിച്ച കാളിയോട് ഞാൻ പ്രാർത്ഥിച്ചു. ദാരികനെ പോരിനു വിളിച്ച് ദാരികന്റെ മുടിയെടുത്ത കരിങ്കാളി ആയുധം നിലത്ത് മുട്ടിച്ച് മുടിയൂരി കലിയടങ്ങി അനുഗ്രഹം ചൊരിഞ്ഞു. മനസ്സിൽ ചൈതന്യമേറ്റുവാങ്ങി ഹൃദയത്തിലൊരു ചെറുതിരി വെച്ച് നമിച്ച് ഞാൻ മടങ്ങട്ടെ.